എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ. ഒരു സ്വപ്നത്തിൻ്റെ ആവശ്യം. മടക്കയാത്രയിൽ ടൂറിസ്റ്റ് ബസ്സാണ് കിട്ടിയത്. യാത്രക്കാർ അധികവും ഉത്തരേന്ത്യക്കാർ. ബസ് പുറപ്പെട്ടപ്പോൾ സ്വപ്നത്തെപ്പറ്റിയുള്ള ആ എവർഗ്രീൻ പാട്ട് മുഴങ്ങി. ആയുഷിൻ്റെ സെൽഫോണിലെ സ്ഥിരം റിംഗ് ടോൺ. ഇതിനി മാറ്റിയില്ലേ? ഞാൻ തിരക്കി. അതാണെൻ്റെ സിഗ്നേച്ചർ സോങ്. ആയുഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ വിജയരഹസ്യം. ഒരു പ്രശസ്ത മരുന്ന് കമ്പനിയിലെ സെയിൽസ് മാനേജറായ ആയുഷിനെ ഏതു ട്രെയിൻ യാത്രയ്ക്കിടെയാണ് പരിചയപ്പെട്ടത്. ആയുഷ് വളരെ പെട്ടെന്ന് തന്നെ വർഷങ്ങൾ പരിചയമുള്ള ഒരാളിനോടെന്ന പോലെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആ പരിചയം ആ യാത്രയോടെ അവസാനിച്ചില്ല. വീണ്ടും യാദൃശ്ചികമായി ഞങ്ങൾ കണ്ടുമുട്ടി. അങ്ങനെ ആ പരിചയം ഒരു സൗഹൃദമായി വളർന്നു. ആ സൗഹൃദം കൂടുതൽ സജീവമായത് ആയുഷിൻ്റെ ഫോൺ വിളികളിലൂടെയാണ്. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ ആയുഷ് വാചാലനാവുക ഫോണിലൂടെയാണ്. പല നഗരങ്ങളിൽ നിന്ന്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ആയുഷ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും ആ ഫോൺ കോൾ വന്നു. ആയുഷ് ആ ജോലി തിരഞ്ഞെടുത്തത് തന്നെ വിനോദയാത്രകൾക്കു വേണ്ടിയാവണം. പക്ഷേ എന്തുകൊണ്ടോ ആയുഷിൻ്റെ യാത്രകൾ അസാധാരണമായ ഒരുതരം അലച്ചിൽ പോലെ തോന്നിച്ചു. വിനോദയാത്രികരിൽ കാണാത്ത ഒരുതരം തിടുക്കം ആയുഷിൻ്റെ യാത്രകളെ ചൂഴ്ന്നു നിന്നു. ആയുഷ് ഒട്ടും റിലാക്സ്ഡ് ആയിരുന്നില്ല. ഒരു തനി നാട്ടിൻ പുറത്തായിരുന്നു ആയുഷിൻ്റെ വീട്. പക്ഷേ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ രൂപഭാവങ്ങളൊന്നും ആയുഷിനുണ്ടായിരുന്നില്ല. ഏതോ നഗരത്തിൽ നിന്നുള്ള ടൂറിസ്റ്റിന് പോലെയാണ് ആയുഷ് എപ്പോഴും കാണപ്പെടുക. ഓരോ തവണയും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ് ആയുഷ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നതെങ്കിലും എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ആയുഷ് പറയുക. ഒരേ വിശേഷങ്ങൾ, പതിവ് ചോദ്യങ്ങൾ, അങ്ങനെ പൊള്ളയായ എന്തൊക്കെയോ. അതൊക്കെ കൊണ്ടാവാം ആയുഷിൻ്റെ ആ യാത്രകൾ ഒരുതരം ഒളിച്ചോട്ടമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ എന്തിൽ നിന്നാണ് ആയുഷ് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? ഒരിക്കൽ നേരിൽ കണ്ടപ്പോൾ ഞാൻ ആ ചോദ്യം ആയുഷിനോട് തന്നെ ചോദിച്ചു. അതുവരെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്ന ആയുഷ് പെട്ടെന്ന് നിശബ്ദനായി. എന്തോ ആലോചിക്കും പോലെ കുറേ നേരം ദൂരേക്ക് നോക്കിയിരുന്നു. പിന്നെ മുഖവര ഒഴിവാക്കി സംസാരിക്കാൻ തുടങ്ങി. പതിഞ്ഞ വിറയാർന്ന സ്വരത്തിലാണ് ആയുഷ് സംസാരിച്ചത്. വാക്കുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. ഞങ്ങളുടെ വീടിനു ചുറ്റുമുള്ള കശുമാവുകൾ പൂക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നും. ആയുഷിൻ്റെ വാക്കുകൾ ഗ്രാമ്യമായി. പറമ്പിലെ കശുമാവുകൾ പൂക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വല്ലാത്തൊരു വിഷാദത്തിലേക്ക് വീഴും. ഏതാണ്ട് എല്ലാ വർഷവും അതുണ്ടാവും. ഇടയ്ക്ക് അമ്മ ഭയപ്പെടുത്തുന്ന മൗനത്തിലേക്ക് നീങ്ങും. അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങും. അത്തരം സീസണുകളിൽ അമ്മ പതിവായി കഴിക്കാറുള്ള മരുന്നുകൾ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങും. അപ്പോൾ പ്രശ്നങ്ങൾ വേറൊരു വഴിക്കാം. ആയുഷ് ഒരിക്കൽ അയച്ചു തന്ന വീഡിയോ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആയുഷിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ കശുമാവിൻ തോട്ടത്തിൻ്റെ നടുവിലായാണ് അവരുടെ വീട്. വളരെ പഴയ മട്ടിലുള്ള അനേകം മുറികളുള്ള ഒരു വീടായിരുന്നു അത്. അത്തരം സീസണുകളിൽ അച്ഛൻ വളരെ കരുതലോടെയാണ് അമ്മയെ പരിചരിക്കുക. എങ്കിലും അമ്മയുടെ ഭാവമാറ്റത്തിൻ്റെ സങ്കീർണത ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇത് ഒരുതരം സീസണൽ ഡിപ്രഷനാണ്, കുറച്ച് ബയോളജിക്കലും. പക്ഷേ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഓരോ പ്രാവശ്യവും ഡോക്ടർ ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. സാധാരണ പനി പോലെ നിസ്സാരമാണ് ഈ വിഷാദം എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുക. ഇതിലെത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? ഡോക്ടർ ഇടയ്ക്ക് ചോദിക്കും. പക്ഷേ അതെന്നെ വല്ലാത്തൊരു ഭയത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അമ്മയുടെ അതേ അവസ്ഥയിലേക്ക് ഒരിക്കൽ ഞാനും എത്തിച്ചേരുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എൻ്റെ ഏട്ടൻ പ്രകാശനും അതേ ഭയം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ആ പ്രശ്നത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ തന്നെ ഏട്ടന് ഭയമാണ്. അച്ഛനും ആ വിഷാദത്തിലേക്ക് കടക്കാറില്ല. നിശബ്ദതയും മൗനങ്ങളും നിറഞ്ഞു നിന്ന് ആ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അയൽക്കാരുടെയും മറ്റു 100 ചോദ്യങ്ങളെ ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ ആ ചുറ്റുപാട് കഴിയുന്നത്ര ഒഴിവാക്കി. ശരിയാണ്, അത് ശരിക്കും ഒരുതരം പിൻവാങ്ങലോ ഒളിച്ചോട്ടമോ ആയിരുന്നു. ആദ്യം കോളേജ് ഹോസ്റ്റലിലേക്ക്, പിന്നെ ജോലി സ്ഥലത്തേക്ക്, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്. അതിനിടെ യാദൃശ്യമായി പരിചയപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ പ്രശ്നം ഒരു ഡിമാൻഡോ ഫോബിയോ മാത്രമാണെന്ന് പറഞ്ഞു. തുടർന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ എനിക്ക് ആ ഭയത്തെ അതിജീവിക്കാനായി. പക്ഷേ അതിനുശേഷവും ഞാൻ യാത്രകൾ പഴയ പോലെ തുടർന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയുഷിൻ്റെ കണ്ണുകളിൽ പ്രകാശം തിരിച്ചെത്തി. എവിടെ നിന്നോ തണുത്ത കാറ്റ് കടന്നു വന്നു. 2. ആയുഷിൻ്റെ ഏട്ടൻ പ്രകാശ് അച്ഛനമ്മമാർക്കൊപ്പമാണ് താമസിച്ചത്. പക്ഷേ വിവാഹശേഷം പ്രകാശ് അടുത്ത നഗരത്തിലേക്ക് മാറി. അതോടെ നാട്ടിലെ പഴയ വീട്ടിൽ ആയുഷിൻ്റെ അച്ഛനമ്മമാർ മാത്രമായി. ചില മാസങ്ങൾക്കു ശേഷം ആയുഷിൻ്റെ അച്ഛൻ ലോകത്തോട് യാത്ര പറഞ്ഞു. അതോടെ വീട്ടിൽ അമ്മ തനിച്ചായി. ആ വീട് ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടുമില്ലെന്ന് പറഞ്ഞാണ് അച്ഛനമ്മമാർ അവിടെ കഴിഞ്ഞു പോകുന്നത്.
ചെറിയ സൗകര്യങ്ങൾ അവർക്ക് ധാരാളമായിരുന്നു. പക്ഷേ അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ ആ വീട് വിടാൻ അമ്മ നിർബന്ധിതനായി. അങ്ങനെ പ്രകാശിനും ഭാര്യയ്ക്കുമൊപ്പം അമ്മ താമസിക്കാൻ തുടങ്ങി. പക്ഷേ അമ്മയെ ഉൾക്കൊള്ളാൻ പ്രകാശിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. പ്രകാശ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രകാശിന്റെ ഭാര്യ അമ്മയോട് കാട്ടുന്ന ക്രൂരതകളെക്കുറിച്ച് അയൽക്കാർ പരാതി പറയാൻ തുടങ്ങി. അതോടെ അമ്മ ആവശ്യപ്പെട്ട പോലെ പ്രകാശ് അമ്മയെ പഴയ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. പക്ഷേ എന്തുകൊണ്ടോ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മ പ്രകാശിന്റെ വീടിന് മുന്നിലെത്തി. ഗേറ്റിൽ തട്ടുന്ന ശബ്ദം കേട്ട് പ്രകാശിന്റെ ഭാര്യ വന്നു നോക്കി. പക്ഷേ അമ്മയാണെന്ന് കണ്ടപ്പോൾ ഗേറ്റ് തുറന്നില്ല. ഉച്ചവെയിൽ രൂക്ഷമായപ്പോൾ പൂട്ടിയിട്ട ഗേറ്റിനു മുന്നിൽ അമ്മ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അത് അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ അവർ പ്രകാശിനെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഓഫീസിലായിരുന്ന പ്രകാശ് എത്തുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അമ്മയെ തിരഞ്ഞുള്ള അന്വേഷണങ്ങളൊന്നും ഫലം കണ്ടില്ല. ആ സംഭവം ആയുഷിൻ്റെയും പ്രകാശിൻ്റെയും ജീവിതം ഏറെ സങ്കീർണമാക്കി. ഞാൻ ഒടുവിൽ ആയുഷിനെ കാണുന്നത് കശുമാവിൻ തോട്ടങ്ങൾക്ക് നടുവിലുള്ള ആ പഴയ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ആയുഷ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അമ്മയെ കാണാതെ പോയ പ്രശ്നം മാത്രമല്ല അപ്പോൾ അയാളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നത്. ആയുഷിന്റെ പ്രണയം ബ്രേക്കപ്പിലൂടെ നീങ്ങാൻ തുടങ്ങുകയും ആയുഷ് തന്റെ ജോലി രാജിവെക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അമ്മയെ കാണാതായതിനെ തുടർന്നുണ്ട കുറ്റബോധം താങ്ങാനാവാതെ ഭാര്യയിൽ നിന്ന് ഡിവോഴ്സ് നേടിയ പ്രകാശ് വിഷാദത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരുന്നു. ആ വീട്ടിലേക്ക് ഞാൻ എത്തുമ്പോൾ ആയുഷ് ഉമ്മറത്തെ പഴയ ചാരുകസേരയിൽ ചെറിയ മയക്കത്തിലായിരുന്നു. ഞാൻ വീടിനകത്തേക്ക് കടന്നത് തന്നെ ആയുഷ് അറിഞ്ഞില്ല. ഭിത്തിയിൽ പഴയ മട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ചില്ലിട്ട ഫോട്ടോകൾ നോക്കി നിൽക്കുമ്പോൾ ആയുഷ് ഉണർന്നു. പെട്ടെന്ന് എന്നെ അവിടെ കണ്ടിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആയുഷ് എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയ ശേഷം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആയുഷ് വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ തല ഒരു വശത്തേക്ക് ചെരിച്ചിരുന്നു കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പണ്ടെപ്പോഴോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒളിച്ചോടുകയായിരുന്നു, ആയുഷ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റൊരു യാത്രയിലാണ്. ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു തരം യാത്ര. എ സ്ട്രേഞ്ച് ടൈപ്പ് ഓഫ് ഇൻവാർഡ് ജേണി. അതുപോട്ടെ, ഇപ്പോൾ പ്രകാശിൻ്റെ കാര്യമാണ് എന്നെ വേട്ടയാടുന്നത്. ഒരർത്ഥത്തിൽ പ്രകാശിന് കുട്ടികളാവാത്തത് നന്നായി. അല്ലെങ്കിൽ അവരും ഞങ്ങളുടെ അതേ ട്രാക്കിലൂടെയൊക്കെ നീങ്ങും. ഒരിക്കൽ അവർ സ്വയം സംശയിക്കാൻ തുടങ്ങും, ഒളിച്ചോടാൻ തുടങ്ങും, ആയുഷ് പറഞ്ഞു. എന്തായാലും ഞാൻ എല്ലാ ഒളിച്ചോട്ടും അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയാണ് ഇങ്ങോട്ടുള്ള ഈ മടക്കം, ആയുഷ് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഈ മടക്കവും ഒരു ഒളിച്ചോടം തന്നെയല്ലേ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. എൻ്റെ ചോദ്യം തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ടാവാം ആയുഷിന് പെട്ടെന്ന് ഒന്നും പറയാനായില്ല. ആയുഷ് ദൂരേക്ക് നോക്കിയിരുന്നു. വീണ്ടും ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോകളിൽ എൻ്റെ ശ്രദ്ധ പതിഞ്ഞു. എല്ലാം മരിച്ചുപോയവരുടെ ഫോട്ടോകളാണ്. ആയുഷിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് ഏറ്റവും ഒടുവിൽ. ഒന്നോ രണ്ടോ വാക്കുകളിൽ യാത്ര പറഞ്ഞിറങ്ങേണ്ടതിന് പകരം ഞാൻ വേറെ ചിലതാണ് പറഞ്ഞത്. ആയുഷ് വിഷാദത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്നും അത് അവസാനിപ്പിച്ച് വിഷാദത്തെ പുറത്താക്കുന്ന ലക്ഷ്യങ്ങളും ജീവിതശൈലിയും കണ്ടെത്തണമെന്നുമായിരുന്നു അതിൻ്റെ ചുരുക്കം. സംസാരം നിർത്തി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ ആയുഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ വാക്കുകൾ അയാളെ വൈകാരികമായി തട്ടി താഴെയിട്ടെന്ന് വ്യക്തമായിരുന്നു. മിഥ്യാധാരണകളിലൂടെ അയാൾ പടുത്തുയർത്തിയ സുഖമേഖലയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ഞാൻ നടത്തിയത്. അത് അയാളെ വല്ലാതെ മുറിപ്പെടുത്തി. എങ്കിലും ആ നിമിഷത്തിൽ എൻ്റെ ആ ഇടപെടൽ അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. 3. ചില മാസങ്ങൾക്കു ശേഷം അപരിചിതമായ ഏതോ നമ്പറിൽ നിന്ന് എനിക്കൊരു വാട്സപ്പ് സന്ദേശം വന്നു. വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആയുഷ് അയച്ചതാണെന്ന് മനസ്സിലായി. ദീർഘമായ ആ മെസ്സേജിൻ്റെ ചുരുക്കം ഇതായിരുന്നു. അന്ന് ഇറങ്ങാൻ നേരം നിങ്ങൾ പറഞ്ഞ കാര്യമാണ് എന്നെ വല്ലാതെ ഉലച്ചിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം ഒന്ന് റിവ്യൂ ചെയ്യാൻ, കാര്യങ്ങളെ പുതിയൊരു ആംഗിളിൽ നോക്കിക്കാണാൻ അതെന്നെ പ്രേരിപ്പിച്ചു. എന്നിലെ ഒളിച്ചോട്ടക്കാരനെ മാറ്റി നിർത്തി പരുപരുത്ത യാഥാർത്ഥ്യങ്ങളെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു, ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അത് തീരെ എളുപ്പമായിരുന്നില്ല. ഞാൻ പുതിയൊരു ഒളിച്ചോട്ടത്തിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ തിരിച്ചറിവ് എന്നെ കൂടുതൽ ശൂന്യതയിലേക്ക് തട്ടിയിട്ടേക്കുമെന്ന് ഇടയ്ക്ക് ഞാൻ ഭയപ്പെട്ടു. എങ്കിലും ഞാൻ വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അതിനിടെ വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഞങ്ങളുടെ കശുമാവിൻ തോട്ടം ലീസിനെടുത്തിരുന്ന കമ്പനിയുടെ എക്സ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള പുതിയ സംരംഭങ്ങളുടെ ഭാഗമാവാൻ എനിക്കൊരു ക്ഷണം കിട്ടി. പുതിയ സംരംഭങ്ങളുടെ വിശദാംശങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സഹകരിക്കാൻ തോന്നി. ഇപ്പോൾ അവരുടെ കേരളത്തിലെ യൂണിറ്റുകളുടെ പ്രധാന ചുമതല എനിക്കാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആദ്യം ദേഷ്യം തോന്നി. പക്ഷേ പിന്നീടത് ഒരു വാശി പോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ആ ഘട്ടത്തിലാണ് ഈ പുതിയ ഓഫർ വന്നത്. സത്യത്തിൽ ഞാനിന്ന് സ്വപ്നം കണ്ട ബിസിനസ് കരിയർ തന്നെയാണിത്. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് കശുമാവുകളോടുള്ള എൻ്റെ പുതിയ നിലപാടാണ്. മാസങ്ങൾക്ക് മുൻപ് വരെ
കശുമാവുകൾ പൂക്കുന്ന കാലത്തെ പേടിച്ചിരുന്ന ഞാനിപ്പോൾ കശുമാവുകൾ പുഷ്പിക്കുന്നതും ഓരോ പൂവും ഫലമായി മാറുന്നതും കാത്തിരിക്കുകയാണ്. അതുവരെ മറന്നു. അമ്മയെ കണ്ടെത്താനായി. ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഏട്ടനും ഇവിടെയുണ്ട്. പിന്നെ ബ്രേക്കപ്പിലേക്ക് നീങ്ങി എൻ്റെ ആ പ്രണയം ഞാൻ തിരിച്ചു പിടിച്ചു. എനിക്ക് ആ എവർഗ്രീൻ സോങ് ഓർമ്മ വരുന്നു. എനിക്കൊരു സ്വപ്നമുണ്ട്. എന്തിനേയും നേരിടാൻ.